ശേഷം കുറേ കാര്യങ്ങൾ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രാവിലെ വെളുപ്പിന് വന്നതുകൊണ്ട് ഉറക്കമൊന്നും ശരിയായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് 10 മണിയൊക്കെ ആയപ്പോഴത്തേനും റൂമൊക്കെ കിട്ടിയായിരുന്നു. അതിനുശേഷം ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തു. ഉച്ചയായപ്പോഴത്തേനും ഞങ്ങൾ ക്ഷീണമൊക്കെ മാറി ലഞ്ച് കഴിക്കാൻ വേണ്ടി ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റുകൾ അടുത്തുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ റെസ്റ്റോറൻറ്റ് തപ്പി നമ്മൾ ഇറങ്ങി. ഞങ്ങൾ നടന്നാണ് പോരുന്നത്. അപ്പം ഇഷ്ടംപോലെ അടുത്തടുത്തുള്ളത് കൊണ്ട് നമ്മൾ പിന്നെ ടാക്സി ഒന്നും പിടിക്കാൻ പോയില്ല. എന്താണെങ്കിലും ആദ്യം കാണുന്ന നല്ലൊരു റെസ്റ്റോറൻറ്റ് കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ നടന്നു വന്നപ്പോഴാണ് സംസം റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് കണ്ടത്. അത് അറബികളുടെ റെസ്റ്റോറൻ്റാണ്. മന്തിയുടെ ഉത്ഭവമൊക്കെ നമ്മുടെ UAE എന്നൊക്കെയാണല്ലോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചെന്നാൽ പിന്നെ ഇന്ന് മന്തി കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ കയറി. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേനും അവർ പറഞ്ഞു അവരുടെ സ്പെഷ്യൽ ചിക്കൻ മജ്ബൂസും മട്ടൻ മന്തി അങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു. ഓർഡർ ചെയ്തത് ചിക്കൻ മജ്ബൂസും മട്ടൻ മന്തിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അത് നമുക്ക് ആദ്യം ഭക്ഷണം വരുന്നതിന് മുന്നേ ഇതുപോലെ ഒരു സൂപ്പ് വരും. അതിനുശേഷം നമുക്ക് ഈ മന്തിയുടെ കൂടെയൊക്കെ കഴിക്കാനുള്ള തക്കാളി അരച്ചത്, പിന്നെ അതുപോലെ തന്നെ പുതിന ചമ്മന്തി, പിന്നെ റൈത്ത പോലത്തെ ഒരു ഐറ്റം, ഇത്രയാണ് വന്നത്. പിന്നെ ലെമനും ടൊമാറ്റോയും കുക്കുംബറും ഒക്കെ ഒരു സാലഡ് പോലെ അതും ഒരു പ്ലേറ്റ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഫുഡൊക്കെ വന്നു. എല്ലാവർക്കും അവർ സെർവ് ചെയ്ത് തരും. അപ്പം ഞങ്ങൾ ഫുഡൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ലാസ്റ്റ് അവരുടെ ട്രഡീഷണൽ ഡെസേർട്ട് നമുക്ക് സെർവ് ചെയ്തു. അതിൻ്റെ പേര് ലുക്കൈമത്ത് എന്നാണ്. ചെറിയൊരു ഡംപ്ലിങ്സ് പോലെ ഇരിക്കുന്ന ഇത് ചെറിയ ക്രിസ്പി ആയിരിക്കും. ചെറിയൊരു ചൂടോട് കൂടിയാണ് ഇവർ സെർവ് ചെയ്യുക. ഇതിൻ്റെ മേലെ വെളുത്ത എള്ളൊക്കെ വിതറിയിട്ട് അവർ ഡേറ്റ്സിൻ്റെ സിറപ്പോ അല്ലെങ്കിൽ ഹണിയോ ഇതുപോലെ മേലേക്കൂടെ ഒഴിച്ച് ആണ് സെർവ് ചെയ്യുക. ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. പിന്നെ അതിൻ്റെ കൂടെ ഞങ്ങളൊരു സുലൈമാനിയും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഈ റെസ്റ്റോറൻറ്റ് ഉൾഭാഗമാണ് ഞാൻ ഈ കാണിച്ചേക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ നിലത്തൊക്കെ ഇരുന്ന് കഴിക്കാനുള്ള സെറ്റപ്പൊക്കെ ഹോട്ടലിൽ ഉണ്ട്. അപ്പോൾ നമ്മുടെ ആ ട്രഡീഷണൽ സ്വീറ്റ് കഴിക്കുന്നതിൻ്റെ രീതി അവർ TV കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്കത്തെ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഹോട്ടലിൻ്റെ അടുത്ത് തന്നെയാണ് സിറ്റി സെൻറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള വലിയൊരു മാളുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒന്ന് കയറാമെന്ന് വിചാരിച്ചു. കാരണം ഇനി നമുക്ക് വൈകുന്നേരമാണ് അടുത്ത പരിപാടിയുള്ളത്. ഒരു 4 മണി 5 മണിയൊക്കെ ആകുമ്പോഴാണ് അടുത്ത പരിപാടിയുള്ളത്. അപ്പം നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ നമ്മൾ ഈ മാളിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കയറി എങ്ങനെയാണ് ഇവിടുത്തെ സാധനങ്ങളൊക്കെ എൻ്റെ വിലയൊക്കെ എങ്ങനെയാണെന്നൊക്കെ നോക്കാമെന്ന് വിചാരിച്ച് നമ്മളത് അതിൻ്റെ ഉള്ളിലേക്ക് പോവാണ്. 3 4 നിലയെങ്ങാണ്ടുള്ള വലിയ മാളാണിത്. അപ്പം നമ്മളെ ആകർഷിക്കുന്ന പലതരത്തിലുള്ള സാധനങ്ങളുണ്ട് അവിടെ. പിന്നെ ഞങ്ങളെല്ലാത്തിൻ്റെ വിലയൊക്കെ നോക്കി. ഇതൊക്കെ എയർപോഡ്സ് ആണ് ഈ കാണുന്നത്, പല കളർഫുള്ളായിട്ടുള്ള എയർപോഡ്സ്. അങ്ങനെ ഇഷ്ടം പോലെ കടകളുണ്ട്. ഡ്രസ്സുണ്ട്, ഫോണിൻ്റെ കുറേ കടകളുണ്ട്, ഇലക്ട്രോണിക് ഐറ്റംസ് ഉണ്ട്, പിന്നെ സ്റ്റേഷനറി ഐറ്റംസ് ഉണ്ട്, പിന്നെ ബോസിൻ്റെ സ്പീക്കർ ഐറ്റംസ്, അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇത് ആ മാളിൻ്റെ ഉൾഭാഗമാണ്. അപ്പം നമ്മൾ ഒരു വട്ടത്തിലിരിക്കും. ഇത് നമുക്കിങ്ങനെ നടുക്ക് എല്ലായിടത്തേക്കും കാണാം. എല്ലാവരും ഇങ്ങനെ കണ്ട് ഒരു 2-3 മണിക്കൂർ നമുക്ക് നടന്ന് കാണാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ ഞങ്ങൾ മെട്രോ കയറുന്ന സ്ഥലം നോക്കി വന്നതാണ്. അപ്പോൾ മാളിൻ്റെ വേറൊരു സൈഡിലാണ് മെട്രോ സ്റ്റേഷനിലോട്ട് കയറാനുള്ള എൻട്രൻസ് വരുന്നത്. അപ്പോൾ ഇനി നമ്മൾ തിരിച്ച് പുറകോട്ട് ഉള്ളിൽ തന്നെ പോയാലേ നമ്മുടെ ഹോട്ടലിൻ്റെ അവിടെ എത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ മെട്രോയുടെ സ്റ്റേഷനൊക്കെ കണ്ടു. അതിനുശേഷം ഞങ്ങൾ തിരിച്ച് മാളിൻ്റെ ഉള്ളിലേക്ക് പോയാലേ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ ദുബായിൽ പോയ ഒരു ടൈം എന്ന് പറയുന്നത് റമദാൻ്റെ ഒരു നോമ്പിൻ്റെ ടൈമിലാണ്. അതുകൊണ്ട് വൈകുന്നേരങ്ങളിലാണ് നല്ല തിരക്ക്. അതുപോലെ തന്നെ ഹോട്ടലുകളൊക്കെ രാത്രി വെളുക്കോളം തുറന്നു വെച്ചിട്ടുണ്ട്. പകലത്ര തിരക്ക് കണ്ടില്ല. അപ്പോൾ ഇപ്പം നമുക്ക് ഉച്ചയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആകാനായിട്ടുണ്ട്. നോമ്പ് തുറക്കുന്ന സമയമായിട്ടുണ്ട്. അപ്പം നമ്മളിതാ തിരിച്ച് മാളിൻ്റെ ഉള്ളിലൂടെ പോകുമ്പം ഇങ്ങനെ സൈഡുകളിൽ കൂടെ കുറേ ഷോപ്പുകളുണ്ട്. അവിടെയൊക്കെ ഇരിക്കുന്ന സാധനങ്ങളാണ്. എല്ലാം കണ്ണ് നിറയെ കാഴ്ചകൾ കാണാനുണ്ട്. അപ്പം അത്യാവശ്യത്തിന് നല്ല വിലയുണ്ട് കേട്ടോ. കാരണം മാളിൻ്റെ ഉള്ളിലല്ലേ ഇതൊക്കെ വിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ടിത് നമുക്ക് നോക്കി പോകാൻ പറ്റുമേ ഉള്ളൂ. ഒന്നും വാങ്ങിക്കാൻ നമ്മൾ ശരിക്കും ടൂറിസ്റ്റായിട്ട് വരുന്നവർക്കൊക്കെ ഭയങ്കര നഷ്ടമാണ് ഇവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഒന്നും വാങ്ങിച്ചില്ല. എല്ലാം കണ്ട് അങ്ങ് പോയി.
അങ്ങനെ നമ്മൾ നമ്മുടെ ഹോട്ടലിൻ്റെ അങ്ങോട്ടേക്ക് പോകാനുള്ള അവിടെ അതിൻ്റെ ഓപ്പോസിറ്റ് റോഡിലാണുള്ളത്. ഇത് നമ്മളെ മാളിൻ്റെ മുന്നിലാണുള്ളത്. നമ്മൾ കയറി പോയ സ്ഥലത്ത് തന്നെയാണുള്ളത്. അപ്പോൾ ഇവിടെ വന്ന് വെറുതെ ഞാൻ നോക്കിയതാണ്. എന്ത് വലിയ കെട്ടിടങ്ങളാണെന്ന് നോക്കി. നമ്മൾ വലിയ വലിയ കെട്ടിടങ്ങളുടെ നടുക്കാണ് നിൽക്കുന്നത്. അത് നമുക്ക് അങ്ങനെ ഒരു ഫീലേ തോന്നില്ല. എന്നാലും കെട്ടിടങ്ങൾക്കൊക്കെ നല്ല വലുപ്പമുണ്ട്. പിന്നെ ഇത് ഇവിടെ ഒരു ഫാർമസി ഉണ്ട്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടൽ വരുന്നത്. പിന്നെ എപ്പോഴും നമ്മൾ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ സീബ്ര ലൈനിൽ കൂടെ മാത്രമേ ക്രോസ് ചെയ്യാൻ പാടുള്ളൂ. അതും ഗ്രീൻ ആയിരിക്കണം. ഒരാളുടെ രൂപം ഉണ്ടാകുമ്പോൾ അതെപ്പോഴും ഗ്രീൻ ആയിരിക്കണം. എന്നാൽ അതൊരു ടൈമിലാണ് നമ്മൾ ക്രോസ് ചെയ്യേണ്ടത്. കാരണം വണ്ടികൾക്കൊക്കെ നല്ല സ്പീഡാണ്. പിന്നെ ഇതാ ഇവിടെയൊക്കെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടെ ഒരു മെഷീൻ ഉണ്ടാവും. ആ പാർക്കിംഗ് ചെയ്യേണ്ട സ്ഥലത്ത് മാത്രമേ പാർക്ക് ചെയ്യാവുള്ളൂ. അതിനുശേഷം മെഷീനിൽ ഞെക്കി നമ്മുടെ കാറിൻ്റെ നമ്പർ അടിച്ച് സ്ലിപ്പ് വാങ്ങിച്ച് പേ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് അവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുശേഷം നമ്മളിത് ഇവിടെയുള്ള ഇത് മലയാളികളുടെ ഹോട്ടലാണ്. ഇവിടെ നിന്നാണ് നമ്മൾ ഉച്ചയ്ക്കല്ല ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. ഇപ്പം ഇഫ്താർ വിരുന്നാണ്. അതായത് ഈ നോമ്പ് തുറക്കുന്ന സമയമാണ്. അതുകൊണ്ട് ഒരുപാട് പലഹാരങ്ങളുണ്ട് അവരുടെ കടയുടെ ഫ്രണ്ടിലായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം അതിന്ന് നമുക്ക് അതുകൊണ്ട് നമുക്ക് കേരളത്തിൽ നിന്നും ഇപ്പം ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്നാണ് അവിടേക്ക് ചെന്നത്. ഇവിടേക്ക് നമ്മൾ വരുമ്പോൾ ഒരു കേരളത്തിൽ ചെന്ന ഫീലാണ് ശരിക്കും. ദോക്രൂസ് കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ പോകുന്നത്. ദോക്രൂസ് എന്ന് പറഞ്ഞാൽ 2 നിലയുള്ള വുഡൻ ബോട്ടാണ്. ഭയങ്കര ലക്ഷറി ആയിട്ട് അലങ്കരിച്ച് അതിനകത്ത് ഡിന്നറും ഡാൻസൊക്കെ ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ അത് ഒരു നമ്മൾ ചെറിയൊരു കനാൽ പോലെയുണ്ട്. അതിലിങ്ങനെ നമ്മൾ വട്ടം കറക്കി ഇങ്ങനെ കൊണ്ടുപോകും. അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോകുന്നത്. അത് വൈകുന്നേരമാണ് യൂഷ്വലി അവിടെ ഈ റെസ്റ്റോറൻ്റൊക്കെ ഓപ്പൺ ആവുന്നത്. അപ്പോൾ അവിടെ പോകാൻ വേണ്ടിയിട്ട് നേരത്തെ എൻ്റെ കസിൻ ഉണ്ട്. അപ്പോൾ അവൻ അവിടെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ക്രീക്കിലെത്തി. ഇതാണ് ക്രീക്ക്. ഇതിൻ്റെ 2 സൈഡിലും ഇങ്ങനെ കെട്ടിടങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇതൊരു വട്ടത്തിലാണ് ഈ ക്രീക്ക് ഉള്ളത്. അവിടെയാണ് ബർദുബായ് വരുന്നത്. പിന്നെ നമ്മൾ ഇതിൻ്റെ ഇപ്പോൾ ഈ കാണുന്ന സ്ഥലത്താണ് സൂക്കുകളുള്ളത്. അവിടെ മാർക്കറ്റുകളുണ്ട്. ഒരുപാട് സാധനങ്ങളൊക്കെ വിൽക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇത് അപ്പുറത്തുള്ള ആൾക്കാർക്ക് ഇങ്ങോട്ട് വരാനും ഇവിടെയുള്ളവർക്ക് അങ്ങോട്ട് പോകാനും ഉള്ളൊരു ട്രാൻസ്പോർട്ടേഷനാണ് ഈ ചെറിയ ബോട്ടുകൾ. ഇതിന് പറയുന്ന പേരാണ് അബ്ര എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇതിൻ്റെ നടുക്കാണ് മോട്ടർ വരുന്നത്. നമ്മളിങ്ങനെ ചുറ്റിൽ വിരിക്കും. എന്നിട്ടാണ് ഈ ബോട്ട് നമ്മളെ കൊണ്ട് പോവുക.
അപ്പോൾ ഇപ്പം എന്താ നമുക്ക് പോകേണ്ട ദോ ക്രൂസ് രാത്രിയിലാണ്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ അബ്രയിൽ കയറാൻ വേണ്ടിയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് അതിൽ കൂടെ ദോ ക്രൂസിൻ്റെ ഒരു ബോട്ട് പോകുന്നുണ്ട്. ഈ ദോ ക്രൂസിൻ്റെ ബോട്ട് ഇത് ഇപ്പോഴും ഭയങ്കരമായിട്ട് മിന്നി തിളങ്ങി നിറയെ ലൈറ്റും അലങ്കാരങ്ങളൊക്കെ ആയിട്ടുള്ള ബോട്ടായിരിക്കും. വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ നോമ്പ് തുറക്കുന്ന സമയമാണ്. അപ്പോൾ അത് കണ്ടോ, എന്തോരം സാധനങ്ങളാണ്, ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്. സമോസ, സാൻഡ്വിച്ച്, അതുപോലെ തന്നെ വെളുത്ത എള്ളും കൊണ്ട് ഉണ്ടാക്കിയൊരു സാധനം ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഞങ്ങളിന്നിപ്പോൾ ഇവിടുന്ന് വൈകുന്നേരം ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് സ്നാക്സൊക്കെ കഴിച്ചിട്ടാണ് അബ്രയിൽ കയറാൻ പോയത്. അബ്രയിൽ കയറി പിന്നെ നമ്മൾ ഈ സൂക്കിൻ്റെ അകത്തൂടെ നമുക്കിങ്ങനെ നടക്കാം. അപ്പോൾ ഒരുപാട് ഷോപ്പ് ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ട് അവിടെ. അപ്പോൾ എൻ്റെ ബ്രദറിൻ്റെ വൈഫും മോനും കസിൻ ബ്രദറാണ്. അപ്പോൾ ഞങ്ങളിതാ അബ്രയിൽ കയറിയിട്ട് നമ്മളിതാ അപ്പുറത്തെ സ്ഥലത്തേക്ക് പോവാണ്. സൂക്കുള്ള ഭാഗത്തേക്ക് പോവാണ്. അബ്രയിൽ നമ്മൾ പൈസ കൊടുക്കണം. 1 ദിർഹമാണ് നമുക്ക് അക്കരയ്ക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള പൈസ. 1 ദിർഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ റുപ്പി ഞങ്ങൾ ചെന്നപ്പോൾ 23 രൂപയായിരുന്നു. നമ്മുടെ 23 രൂപയാണ് അവിടുത്തെ 1 ദിർഹം എന്ന് പറയുന്നത്. അപ്പോൾ ഇതുണ്ട്, ഇവിടെ 1 ദിർഹം എന്ന് പറഞ്ഞാൽ ഇതുപോലെ കോയിൻ പോലെയാണ്.
ഇപ്പം നല്ല ഭംഗിയുള്ള പാത്രങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഈ ഷോപ്പ് കേസിലൊക്കെ വെക്കാനേ ഉള്ളൂ, നമുക്ക് ഉപയോഗിക്കാനൊന്നും പറ്റത്തില്ല. പക്ഷെ ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ ഇത് കണ്ട ബാഗുകളുണ്ട്, ഡ്രസ്സുകളുണ്ട്, ഇതാ ചെറിയ സ്ലിംഗ് ബാഗുകളുണ്ട്. പിന്നെ കുഞ്ഞു കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ പപ്പീസ് ഉണ്ട്, ചെറിയ ടോയ്സ് ഉണ്ട്. ഇതൊക്കെ മസാല ഐറ്റംസ് ആണ്, അറബിക് മസാല ഐറ്റംസ് ആണ് മുഴുവൻ.
من قلب الشفا جاي الحس الحسي من قلب الشفا السحر منه باب معقول قبل باب وقاستي الحس